ഗായ്സ്, അങ്ങനെ നമ്മൾ ഒരു ലോകേഷ് പടം കൂലി കണ്ടു. അപ്പോൾ കൂലിയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത്. നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായിട്ടുള്ള നമ്മുടെ ആമിർ ഖാനും അതേപോലെ നാഗാർജുനയും ഉപേന്ദ്രയൊക്കെ ഉള്ള ഒരു വൻ കാസ്റ്റുള്ളൊരു പടമായിരുന്നു കൂലി. പക്ഷെ പടം ഫസ്റ്റ് ഷോ കഴിഞ്ഞത് മുതൽ ഒരു ആവറേജ് റിപ്പോർട്ട് മാത്രമാണ് പടത്തിനെതിരെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൂലി ഒരു നല്ല പടമാണോ മോശം പടമാണോ എന്ന് ആദ്യം നമുക്ക് സംസാരിക്കാം. ആദ്യം ഈ ഒരു പടത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. എനിക്ക് പടം അത്ര അങ്ങോട്ട് വർക്കായില്ല. എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു പടമായിരുന്നു ഇത്. ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ച് കണ്ടൊരു പടം കൂടിയായിരുന്നു. പക്ഷെ വർക്കായില്ല. നമ്മുടെ ലോകേഷിന്റെ എല്ലാ പടങ്ങൾക്കും കീഴിലൊരു ഫസ്റ്റ് ഹാഫ് ഉണ്ടാവാറുണ്ട്. പക്ഷെ കൂലിയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞ ഒരു ഡീസന്റ് ലെവൽ മാത്രമായിരുന്നു. പ്രത്യേകിച്ച് ഇന്റർവ്യൂ ബ്ലോഗൊക്കെ വൻ കിടിൽ എക്സ്പീരിയൻസ് ആയിരുന്നു ലോകേഷിന്റെ എല്ലാ പടങ്ങൾക്കും ഉണ്ടാവാറുള്ളത്. പക്ഷെ കൂലിയുടെ ഇന്റർവ്യൂ ബ്ലോഗിലൊന്നും നമുക്ക് കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഒരു ഹൈ ഒന്നും ആ ഒരു ടൈമിൽ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും വലിയ ബോറടി ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റിയൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. മെയിനായിട്ടുള്ള പ്രശ്നമായി തോന്നിയത് ഇതിന്റെ പ്ലോട്ടാണ്. ഒരു കാര്യമായിട്ടൊരു മികച്ചൊരു കഥ ഇതിനില്ല എന്നുള്ളതാണ്. നമ്മൾ എത്രയോ കണ്ടുള്ള പല പടങ്ങളുടെയും സീനുകൾ കുറച്ച് കൂട്ടിയുണ്ടാക്കിയ പോലെയാണ്. പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ഒരു പ്ലോട്ട്, നല്ലൊരു പ്ലോട്ട് ഒരു പടത്തിന് ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മുടെ രജനീകാന്തിന്റെ ഏജൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ കൂടി നമ്മുടെ നെൽസന്റെ ജയിലർ കിടിലനായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. നെൽസൺ നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ ജയിലർ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പടത്തിൽ മൊത്തത്തിൽ ഒരു വയ്യ ഫീൽ ആയിരുന്നു. ലോകേഷ് അതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. ചില മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ കൂടി ഓവറോൾ നോക്കുമ്പോൾ ഒരു നല്ല ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള മൊമെന്റ്സ് ഒന്നും അങ്ങനെ കൂടുതലില്ല. പടം കണ്ട് കഴിയുമ്പോൾ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു മൊമെന്റ്സ് ഒന്നും ഈ ഒരു പടത്തിൽ കാര്യമായിട്ടില്ല. ഒരു സാധാരണ നമ്മുടെ രജനീകാന്ത് പടത്തിൽ ഉണ്ടാവാറുള്ള നല്ല പഞ്ച് ഡയലോഗുകളൊന്നും ഈ ഒരു പടത്തിലില്ല. നമ്മുടെ മലയാളത്തിലെ സൗബിൻ ഷായറിന്റെ ഒരു പ്രകടനം ചിലയിടത്ത് നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിലയിടത്ത് പുള്ളി അത്ര കണ്ട് പോരാ എന്ന ഫീൽ ആയിരുന്നു തോന്നിയിട്ടുള്ളത്. പിന്നെയുള്ളത് നാഗാർജുനക്ക് നല്ല ഒരു സ്റ്റൈലിഷ് ക്യാരക്ടറൊക്കെയാണ്. നല്ല കോസ്റ്റ്യൂം, നല്ല സ്വാഗ് എല്ലാം ഉണ്ട്. പക്ഷേ ക്യാരക്ടറിന്റെ റൈറ്റിംഗ് വളരെ മോശമാണ്. ക്യാരക്ടറൈസേഷൻ ഒക്കെ വളരെ മോശം തന്നെയായിരുന്നു. പിന്നെയുള്ളത് ആമിർ ഖാനൊക്കെ എന്തിനാണ് ഈ ഒരു പടത്തിൽ കൊണ്ടുവന്നത് മനസ്സിലായില്ല. ലോകേഷ് വെറുതെ വേസ്റ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. പിന്നെ കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നിയുള്ളത് ഉപേന്ദ്രയാണ്. ഉപേന്ദ്രയുടെ ഇൻട്രൊഡക്ഷനും അതേപോലെ തന്നെ ഉപേന്ദ്രയിലുള്ള സീൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ആ ബീജിയും നല്ല രസമുണ്ടായിരുന്നു. പുള്ളിക്കാണ് കുറച്ച് തിയേറ്ററിൽ ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റിയത്. പിന്നെ ശ്രുതി ഹാസൻ അത്യാവശ്യം ഡീസന്റ് ആയി ചെയ്തിട്ടുണ്ട്. സത്യരാജിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഇതിലെ ഏറ്റവും വലിയ പോസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഫ്ലാഷ് ബാക്ക് പോർഷൻസ് ആണ്. AI ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നല്ല എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഇത് വർക്കായിട്ടുള്ളത്. നമുക്കറിയാം ലിയോയിൽ ഫ്ലാഷ് ബാക്കിനാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫ്ലാഷ് ബാക്കിന്റെ കാര്യം ഇവിടെ ഓക്കെയാണ്. ആ ഒരു DAGing ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പടം മൊത്തത്തിലൊരു ആവറേജ് പടമായിട്ടാണ് എനിക്ക് തോന്നിയുള്ളത്. കാര്യമായിട്ട് വർക്കായില്ല. ഒരു ലോകേഷ് പടം എന്ന രീതിയിൽ കാര്യമായിട്ട് എനിക്ക് വർക്കായില്ല. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇനി സ്പോയിലേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പടം റിലീസ് ആവുന്നതിന് മുമ്പ് ലോകേഷ് കനകരാജ് ഇന്റർവ്യൂലൊക്കെ നല്ല രീതിയിൽ ഹൈപ്പ് ചെയ്തിട്ടുള്ളൊരു പടം കൂടി ആയിരുന്നു. നല്ല പ്രതീക്ഷയുള്ളൊരു പടം തന്നെ ആയിരുന്നു. കൂടാതെ അനിരുദ്ധൊക്കെ 10 ഫയർ 10 കപ്പ് എന്നൊക്കെ പറഞ്ഞ് ഹൈപ്പ് ചെയ്തുള്ളൊരു പടമായിരുന്നു. കൂടാതെ നമ്മുടെ നാഗാർജുന 100 ഭാഷയാണ് ഒരു കൂലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി ഭാഷ ശരിക്കും കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകേഷിന് എന്ത് പറ്റിയെന്ന് മനസ്സിലാവണില്ല. പുള്ളിയാണ് ഇത് ചെയ്തത് എന്നുള്ളത് എനിക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലോകേഷിന് ഒരു ടച്ച് ഈ ഒരു പടത്തിലില്ല. ചില സീനുകൾ കണ്ടപ്പോൾ ലോകേഷിന്റെ പഴയ പടങ്ങൾ തന്നെ കോപ്പി അടിച്ച് അതേപോലെ പല സീനുകൾ ഉണ്ടാക്കിയ പോലെ തോന്നി. ഈ ഒരു പടത്തിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റാണ്. ഒരു നല്ലൊരു സ്റ്റോറി ലൈന് പോലും ഈ ഒരു പടത്തിനില്ല. പടം കണ്ടു കഴിഞ്ഞു പോയും എന്താണ് ഇതിന്റെ ശരിക്കുള്ള സ്റ്റോറി എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്നില്ല. ആദ്യം കുറച്ച് നൻപൻ പാസം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അച്ഛൻ പാസം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് കൂലി തൊഴിലാളികളുടെ പാസം. പക്ഷെ അതൊന്നും നമ്മുടെ ഇമോഷണലി കണക്ട് ആവുന്നില്ല. അതിന് ഒന്നാമത്തെ കാരണം ഇതിന്റെ ക്യാരക്ടറൈസേഷൻ ആണ്. ഈ ഒരു പടത്തിൽ എല്ലാ ക്യാരക്ടേഴ്സും എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ ആർക്ക് ഈ ഒരു പടത്തിൽ ആർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് പാസങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടും അത് നമ്മുടെ ഇമോഷണലി കണക്ട് ആവുന്നില്ല. അനിരുദ്ധരും കാര്യമായിട്ട് നമ്മളെ രക്ഷിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതിലൊരു മെഷീൻ ഉണ്ട്. ആ ഒരു മെഷീൻ ക്യാറ്റ്സിനും ഡോഗ്സിനും ഒക്കെ ഉള്ളതാണെന്നാണ് അതിൽ പറയുന്നത്. പക്ഷെ എന്തിനാണ് അങ്ങനെ ഒരു മെഷീന്റെ ആവശ്യം? ഇതൊക്കെ കുഴിച്ചിട്ടാ പോരെ. എന്തിനാണ് ഈ ഒരു മെഷീന്റെ ആവശ്യം എന്താണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ സ്റ്റോറിയിൽ തന്നെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. നമ്മുടെ സത്യരാജിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഒരു സയന്റിസ്റ്റ് ആയെന്നുള്ളതിനൊന്നും കാര്യമായിട്ട് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ വിക്രത്തിലെ ഏജന്റ് ടീനെ പോലെ ഏജന്റ് കല്യാണി ആയിട്ട് ഇതിലൊരു ക്യാരക്ടർ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു പോർഷനൊന്നും തീരെ വർക്കായില്ല. അവരാതും ഫീൽ ആയിരുന്നു. ആ ഒരു നേരത്തൊക്കെ ഒരു ഫൈറ്റ് ഒക്കെ വരുന്നുണ്ട് ഇതിൽ. ആ ഒരു ഫൈറ്റ് ഒന്നും തീരെ കൺവിൻസിങ് ആയിരുന്നില്ല. ഒരു ലോകേഷ് പടം തന്നെയാണോ ഇതെന്ന് സംശയിച്ചു പോയി സത്യം പറഞ്ഞാൽ. പിന്നെ ഈ ഒരു പടത്തിൽ കാണിക്കുന്ന പല സീനുകൾക്കും പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. പ്രോപ്പറായിട്ട് പല കാര്യങ്ങളും പല സീനുകളും കൺവിൻസിങ് ആക്കുന്നതിൽ ലോക്കി പരാജയപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് രാജശേഖറിനെ ഡയാൽ കൊല്ലുന്നത്? എങ്ങനെയാണ് നമ്മുടെ രാജശേഖർ സയന്റിസ്റ്റ് ആയതെന്ന് പറയുന്നില്ല. ദേവക്ക് ഫൈറ്റ് ചെയ്യാനൊക്കെ പറ്റിയുള്ള 19 കൂലീസ് ഉണ്ടെന്നാണ് പടത്തിൽ പറയുന്നത്. ഇതിൽ ശ്രുതിഹാസന്റെ ക്യാരക്ടർ ആയിട്ടുള്ള പ്രീതിയോടൊപ്പം വിടുന്നത് അവിടുത്തെ മാനേജറിലെ പണിക്കാരെയാണ്. കാര്യമായിട്ട് ഫൈറ്റും ചെയ്യാൻ പറ്റാതെ അറിയാത്ത ആൾക്കാരെയാണ് വിടുന്നത്. ഇവിടെ സൈമണെ പോലുള്ള നല്ലൊരു വില്ലൻ ഗ്യാങ്ങിന് 8 വർഷമായിട്ട് ഡയാൽ ഒരു പോലീസ് ഓഫീസർ ആണെന്ന് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ എന്തൊരു തോൽവിയാണ്. അത്രക്കും വീക്കായിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സ് എഴുതിയിട്ടുള്ളത്. ഓരോ കഥയിൽ തന്നെ പല സീനുകൾ എഴുതിയിട്ടുള്ളത്. കൂടാതെ ഇതിൽ ട്രെയിൻ ഡ്രൈവറെ സോബിൻ കൊല്ലുന്നുണ്ട്. എന്നിട്ട് സോബിനും ശ്രുതിഹാസനും ട്രെയിൻ ഓടിച്ച് പോകുന്നുണ്ട്. ഇതൊക്കെ ലോകി തന്നെയാണോ ഷൂട്ട് ചെയ്യുന്നത് സംശയമുണ്ട്. പിന്നെ ഈ ഒരു സീൻ ഇതൊക്കെ എന്തിനായിരുന്നു എന്നുള്ളതാണ്. പടം ഒരു വലിയ ബഡ്ജറ്റുള്ള പടമാണെന്ന് അറിയിക്കാൻ കാണിച്ച പോലെയാണ് ഇതൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഈ ഒരു കൂലി എന്ന പടത്തിന്റെ അനൗൺസ്മെന്റ് പ്രോമോ അതൊരു വൻ സ്കാം ആയിട്ടാണ് തോന്നിയത്. അതും ഈ ഒരു പടമായിട്ട് ഒരു ബന്ധവുമില്ല.
പിന്നെ റിലീസിന് മുമ്പ് ഹിറ്റായിട്ടുള്ള ബിജിഎമ്മിന്റെ പ്ലേസ്മെന്റ് ഒക്കെ മോശമാണ്. പിന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലിയോയില് ബാബുവാനിന് വരുന്നത് പോലെ തന്നെ ഈ ഒരു പടത്തിൽ ബാബുരാജ് വരുന്നുണ്ട്. ലിയോയിൽ എങ്ങനെയാണോ ബാബുവാനിനെ വേസ്റ്റ് ചെയ്തത് അതേപോലെ തന്നെ ബാബുരാജിനെ ഇതിലും വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെറുതെ ഒരു റോള്. അപ്പോൾ സ്ക്രിപ്റ്റ് ആണ് ഈ ഒരു പടത്തിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ലോകേഷിന് ഈ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കൈദി 2 അടുത്ത പടം കൈദി 2 ആണ്. ഒരുപാട് പ്രതീക്ഷയുള്ള പടമാണ്. ഇപ്പോൾ ചെറുതായിട്ട് ഹൈപ്പ് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ആ ഒരു പടം റിലീസ് ആകുമ്പോൾ എന്തായാലും ഹൈപ്പ് കൂടും. പക്ഷെ അത് LCU ആണ്, ഇതുപോലെ സ്റ്റാൻഡ് അലോൺ അല്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു വൻ തിരിച്ചടി തന്നെ ആയിരിക്കും. പക്ഷെ ആ ഒരു പടത്തിലൂടെ ലോകേഷ് തിരിച്ചു വരുമെന്ന് തന്നെയാണ്, ലോകേഷിന്റെ ഒരു കംബാക്ക് ഉണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂലിയെ കുറിച്ച് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.